A+ട്യൂബിലേക്ക് സ്വാഗതം. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് ചില പുതിയ തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള വിശദ വിവരങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. ഓരോ 5 വർഷത്തിലൊരിക്കൽ നമ്മൾ ഇനി മസ്റ്ററിംഗ് നടത്തേണ്ടി വരും. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെയും അവർക്ക് ആധാർ നമ്പർ ലഭ്യമാകുന്നുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തേണ്ടതുണ്ട്. 5 വയസ്സ് കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശം. മറ്റൊരു നിർദ്ദേശമുള്ളത് 18 വയസ്സ് തികയാത്തവർക്ക് പ്രത്യേക റേഷൻ കാർഡ് ഇനി മുതൽ അനുവദിക്കുന്നതുമല്ല. കേരളത്തിൽ ഇപ്പോൾ ഉള്ള മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകളിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ സംസ്ഥാനം അക്കാര്യത്തിൽ മുന്നിലാണെങ്കിലും ഇനിയും ആ മസ്റ്ററിംഗ് നടത്താത്ത നിരവധി ആളുകളുണ്ട്. ഒരാൾ ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിലെ റേഷൻ കാർഡുകളിൽ പേര് ഉൾപ്പെട്ടവരാണെങ്കിൽ ആ കാർഡുകൾ ഫ്രീസ് ചെയ്യാനുള്ള നിർദ്ദേശവും സർക്കാർ നൽകിയിട്ടുണ്ട്. തുടർന്ന് അവർക്ക് അർഹത തെളിയിക്കാൻ 3 മാസത്തിനുള്ളിൽ തന്നെ മസ്റ്ററിംഗ് നടത്തേണ്ടതുമുണ്ട്. പുതിയ അപേക്ഷകളെല്ലാം തന്നെ മുൻഗണനാ ക്രമത്തിൽ ആയിരിക്കും ഇനി പരിഗണിക്കുക. പിന്നോക്ക ദുർബല വിഭാഗങ്ങൾക്ക് അവരവരുടെ സാഹചര്യം പരിഗണിച്ചു കൊണ്ടുള്ള മുൻഗണന നൽകാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് ലിസ്റ്റ് സംസ്ഥാന പോർട്ടലിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അപേക്ഷകളുടെ തൽസ്ഥിതി പരിശോധിക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ മസ്റ്ററിംഗ് 5 വർഷത്തിലൊരിക്കൽ നിർബന്ധമായും നടത്തണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. EKYC എന്നാണ് ഈ മസ്റ്ററിങ്ങിനെ പറയുക. ഇത് നടത്തിയിട്ടില്ലാത്തവർക്ക് റേഷൻ കാർഡ് ഇനി ഉണ്ടാകാനുള്ള സാധ്യതയും കേന്ദ്ര സർക്കാർ മിക്കവാറും ഒഴിവാക്കാനാണ് സാധ്യത. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആധാർ നമ്പർ നിങ്ങൾ രേഖപ്പെടുത്താനും വിട്ടുപോകരുത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. 2 സംസ്ഥാനങ്ങളിൽ ഒരു വ്യക്തിക്ക് റേഷൻ കാർഡ് ലഭിക്കുകയില്ല. ഒരിടത്ത് മാത്രമേ റേഷൻ കാർഡ് ലഭിക്കൂ. അതായത് ഒരു സ്റ്റേറ്റിൽ മാത്രമേ റേഷൻ കാർഡ് ലഭിക്കുകയുമുള്ളൂ.